റോമിൽ നിന്ന് ഏകദേശം 30 മൈൽ വടക്ക് പടിഞ്ഞാറ് ബ്രാസിയാനോ തടാകത്തിന്റെ തീരത്തുള്ള ട്രാവിഗ്നാനോ റൊമാനോയിൽ നടന്നതെന്ന അവകാശപ്പെട്ട മരിയൻ പ്രത്യക്ഷീകരണത്തെയും സ്വകാര്യ വെളിപാടുകളെയും തള്ളി വത്തിക്കാൻ കന്യാമറിയത്തിന്റെയും യേശുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും ദർശനം ലഭിച്ചതായുള്ള ഗിസല്ല കാഡിയ എന്ന സ്ത്രീയുടെയും അവരുടെ ഭർത്താവ് ജിയാനിയയുടെയും അവകാശവാദങ്ങളിൽ പഠനം നടത്തിയാണ് വത്തിക്കാൻ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാനയ്ക്കും തീർത്ഥാടനത്തിനും വത്തിക്കാൻ വിശ്വാസ കാര്യാലയം നിരോധനം ഏർപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു. മെഡ്ജുഗോറിയയിൽ നിന്ന് അവർ ലേഡി ഓഫ് പീസ് എന്ന ചിത്രം ദമ്പതികൾ തിരികെ കൊണ്ടുവന്നതിന് ശേഷമാണ് അവകാശവാദങ്ങളുടെ തുടക്കം. ചിത്രത്തിൽ നിന്നും രക്തം വന്നെന്നും ഓരോ മാസവും 3-ാം ദിവസം കന്യാമറിയത്തിന്റെ സന്ദേശം ലഭിക്കുന്നുണ്ടെന്നും അതിമാനുഷിക സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. സംഭാവനകൾ സ്വീകരിക്കുന്ന ഒരു NGOയുടെ സഹായത്തോടെ കാർഡിയ ഒരു ചാപ്പൽ നിർമ്മിച്ചിരുന്നു. ഇതിലേക്ക് നിരവധി വിശ്വാസികളെയും വൈദികരെയും ഒരുമിച്ച് കൊണ്ടുവരുവാനും ഇവർ ഇടപെടൽ നടത്തിയിരുന്നു. സഭയുടെ അംഗീകാരമില്ലാതെയായിരുന്നു ഇത്തരം നീക്കങ്ങൾ. കഴിഞ്ഞ വർഷം സിവിറ്റ കാസ്റ്റെല്ലാനയിലെ പ്രാദേശിക ബിഷപ്പ് മാർക്കോ സാൽവി കാർഡിയയോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെ ട്രെവിഗ്നാനോ സിറ്റി ഗവൺമെന്റ് ചാപ്പൽ അടച്ചുപൂട്ടി. മരിയോളജിസ്റ്റുകൾ, ദൈവശാസ്ത്രജ്ഞർ, കാനോൻ പണ്ഡിതർ, മനഃശാസ്ത്രജ്ഞർ, മറ്റ് വിദഗ്ധർ എന്നിവരുടെ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ മാർച്ച് മാസത്തിൽ ബിഷപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അവകാശപ്പെടുന്ന ഈ മരിയൻ ദർശനങ്ങളുടെ സന്ദേശങ്ങളിൽ നിരവധി ദൈവശാസ്ത്രപരമായ തെറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ബിഷപ്പ് തന്റെ ഉത്തരവിൽ വിശദീകരിച്ചു. റൊമാനോയിലെ സംഭവങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധിപ്പിക്കുന്ന കൂദാശകളോ മറ്റ് പ്രാർത്ഥനകളോ നടത്തുന്നതിൽ നിന്ന് അദ്ദേഹം വൈദികരെ വിലക്കിയിരുന്നു. പ്രാദേശിക ബിഷപ്പിന്റെ പഠനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് വത്തിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം തിരുസഭ അംഗീകാരം നൽകിയിട്ടില്ല. വർഷങ്ങൾ നീണ്ട വിശദമായ പഠനം നടത്തി അവ യാഥാർത്ഥ്യമാണെന്ന് ഔദ്യോഗിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ സഭ അംഗീകാരം നൽകുകയുള്ളൂ. ഫാത്തിമ, ലൂർദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുള്ളവയ്ക്ക് ഉദാഹരണമാണ്.